മരുമക്കൾക്ക് ഉമ്മ കൊടുക്കുന്ന അമ്മായിമ്മമാര് വളരെ കുറവാണ്. മക്കൾ വരാൻ കാത്തുക്കും. മക്കള് പെരുന്നാക്ക് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ ഈ മരുവള് പെരയ്ക്ക് പോകാൻ പാടില്ല. അത് എവിടുത്തെ നിയമ? മാന്തളുടെ മാതിരി നിങ്ങൾ കണ്ണാക്കല്ലേ. കാരണം അവളുടെ വീട്ടിൽ പോകാൻ അവൾക്കും ആഗ്രഹം ഉണ്ടാവൂലേ. നമുക്കൊരു പെൺകുട്ടി ഉണ്ട്, ആ പെൺകുട്ടി വരിക, ഏത് രണ്ടാം പെരുന്നാക്കാണ് ഇവരിങ്ങനെ വരിക, അങ്ങനെ പൊക്കണ സഞ്ചൊക്കെ എടുത്തുങ്ങാണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ആ സമയത്ത് ഇവള് അവളെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ ഇതാര് വരുന്ന ആള് ചക്രവർത്തിനി, മറ്റാളോ അടിമയോ അല്ലല്ലോ. അവൾക്ക് അവളുടെ ഉമ്മാന്റെ അടുത്തേക്ക് പോണ്ടേ, അവൾക്ക് അവളുടെ ഉപ്പാന്റെ അടുത്തേക്ക് പോണ്ടേ. അല്ലെങ്കിലും ഈ രണ്ടാം പെരുന്നാക്കൊക്കെ മരക്കളൊക്കെ പെരയിൽ അയച്ചിട്ട് മക്കളൊക്കെ വരുത്തിയിട്ട് പഴയ മാതിരി കഞ്ഞിടിച്ചിട്ട് വന്നിരിക്കുക, അതൊരു രസമല്ലേ. ഇത് അവനാന്റെ മക്കള് വരുമ്പോ ഇവള് പോകാൻ പാടില്ല. അതിന് ഓള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, എന്താ പറയാ, നൗഷി പോകുന്നുണ്ടെങ്കിൽ ഞാൻ വരൂലട്ടാണ്. അപ്പൊ നൗഷിക്ക് നൗഷിന്റെ പേരിൽ പോണ്ടേ. പക്ഷെ അമ്മായിമ്മമാര് മാന്തളിന്റെ മാതിരി കണ്ണുള്ളവരാകരുത്. മാന്തളിനൊരു ഭാഗത്തെ കണ്ണുള്ളൂ എന്നാ പൊതുവെ പറയാ. അതിന് സെർച്ച് ചെയ്തിട്ട് വേണം, എനിക്ക് അറിഞ്ഞൂടാ. കാരണം എങ്ങനെ പോവലാണ് അത്ര. അവനാന്റെ പെമ്മക്കളത് മാത്രം നോക്കിയിട്ട് ഇങ്ങനെ പോവാ, അതില്ല. ഇതും ഒരു പെൺകുട്ടിയാണ്, അവരുടെ ഉമ്മയുടെ ഉപ്പയുടെ. നിങ്ങളെ കല്യാണത്തിന്റെ ദിവസം ആലോചിച്ചു. മിക്കവാറും ആ വാപ്പ നിങ്ങൾ പുതിയണ്ണനെ കൊണ്ടുവരുന്ന സമയത്ത്, നമ്മളെ മലപ്പുറത്തൊക്കെ അങ്ങനെയാണല്ലോ, കയ്യെ പിടിച്ചിട്ടൊരു തെരലുണ്ട്. ആ സമയത്ത് ആ പച്ചയായ മനുഷ്യന്റെ ഒരു കരച്ചിലുണ്ട്. എനിക്കൊരു പെൺകുട്ടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ഓരോ വാപ്പമാർക്കും ഉമ്മമാർക്കും ഒരു കരച്ചിലുണ്ട്. അവരെ വേദനിപ്പിക്കരുത് നമ്മൾ. ഇന്നത്തെ കാലത്തെ മരുക്കളാണ് സാറേ ഞങ്ങളെ വേദനിപ്പിക്കണം നിങ്ങൾക്കൊരു തോന്നലുണ്ടോ? ഈ വേദന എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സാധന. മരുമക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ 1-2 ദിവസം നിങ്ങളോട് നല്ല ചങ്ങാഴ്ചയായിട്ട് നിൽക്കും. ഒരു മാസം കഴിയുമ്പോൾ കാണാം അവളെ താളങ്ങനെ തെറ്റുന്നു. ആ തെറ്റലിന് ഇപ്പുറത്തും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാവും. ആദ്യത്തെ 1 മാസം ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ വിരുന്നൊക്കെ വന്നാൽ വിചാരിക്കും ഇവര് ഇനി ജീവിതത്തിൽ പിരിയിലാണ്. കാരണം മക്കളെക്കാൾ വലിയ പൊലിപ്പിൽ മരക്കളെ കൊണ്ടടക്കും. കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പിന്നെ റബ്ബർ പന്ത് മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. കാരണം എന്തുകൊണ്ടാ? നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഞാൻ സ്ത്രീകളോടൊപ്പം കൂടുതൽ പറയുന്നത് കേട്ടോ, നമ്മളെ കുടുംബത്തിലെ 7 ആൾക്കാരല്ലെങ്കിൽ 5 ആൾക്കാരുണ്ടെങ്കിൽ 5ഉം 5 ലോകമാണ്, അല്ലെങ്കിൽ 5 രാജ്യമാണ്. ഒരാൾ ഇന്ത്യ ആണെങ്കിൽ ഒരാൾ പാകിസ്ഥാനാണ്, ഒരാൾ ഭൂട്ടാനാണ്, ഒരാൾ ബർമ്മയാണ്, ഒരാൾ നേപ്പാളാണ്, ഒരാൾ ശ്രീലങ്കയാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. എല്ലാം വ്യത്യസ്ത നിയമങ്ങളാണ്, വ്യത്യസ്ത രീതിയാണ്, വ്യത്യസ്ത ചിന്താഗതിയാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോംബ് ഇടൂലേ എന്നുള്ള ചിന്താഗതിയാണ്. അവിടെ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗാന്ധിയായിട്ട് നമ്മൾ മാറണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. കാരണം ഓരോ മരുമക്കളും ഓരോ ടൈപ്പിലായിരിക്കും. ആ ടൈപ്പിന് അങ്ങനെ തന്നെ വിട്. അവളെ മാറ്റാൻ നമുക്ക് പറ്റൂല. കാരണം അവർ ജന്മന അങ്ങനെ പടച്ചോനെ ഇറക്കിയതാണെന്ന്. പ്രവാചകന്മാര് പോലും അങ്ങനെയല്ലേ. പ്രവാചകന്മാരിപ്പോ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പരമസാധുവാൻ, പച്ചയായ മനുഷ്യനാണ്. അഥവാ ഇങ്ങോട്ട് തല്ലുന്നവർക്കും അങ്ങോട്ട് എന്താക്കും ഒഴിഞ്ഞെടുക്കുന്ന ആളാണ്. പക്ഷെ മൂസാ നബി അങ്ങനെയാണോ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അന്യായം കാണുന്നിടത്ത് ഒരു തല്ലിയപ്പോഴേക്ക് ആള് മരിച്ചുപോയില്ലേ. സഹാബാക്കൾ നിങ്ങളെടുക്കുക വ്യത്യസ്തരായ ആൾക്കാരല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പാവമായൊരു മനുഷ്യനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒന്നിച്ചിരിക്കും. ആ സമയത്തേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്നുണ്ടെങ്കിൽ വിശ്വാസമ പറയായിരുന്നു, നാണം കുടുങ്ങി വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും വസ്ത്രം ശരിയാക്കുക എന്ന് ഹദീസിൽ നമുക്ക് കാണാം. നാണം കുടുങ്ങി വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും വസ്ത്രമൊക്കെ ഒന്ന് ഉഷാറാക്കി ഇട്ടാളിന്ന് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഫ്രൈസാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പച്ചപ്പാവമാണ്. അലി റളിയല്ലാഹു അൻഹു കുറച്ചും കൂടി യോദ്ധാവാണ്. വിശ്വാസമയുടെ 4 ഖലീഫമാർ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മളെ വീട്ടിലെ ആൾക്കാരൊക്കെ പല കോലാവൂലേ, പല രീതിയാകൂലേ. ഒരാൾ ചിലപ്പോൾ എടുത്തിട്ട് പറയുന്ന ആൾക്കാരായിരിക്കും. ഈ പെട്ടെന്ന് ചൂടാകുന്ന, പെട്ടെന്ന് എടുത്തിയാടി പറയുന്ന ആൾക്കാർക്ക് നല്ല സ്നേഹം ഉണ്ടാവും. നമ്മൾ വീണ് കഴിഞ്ഞാൽ ആദ്യം പായൊരു ബനായിരിക്കും നമ്മളെ കൊണ്ട്. ഭയങ്കര ക്ലവറായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മൾ വീണ് കഴിഞ്ഞാലും ചിലപ്പോൾ ആലോചിക്കും കൊണ്ടോണ്ട എനിക്ക് എത്ര പോലെ നഷ്ടതയിലുണ്ടാവും. അതുകൊണ്ട് എടുത്തു ചാടി പറയുന്ന ഒരു പെൺകുട്ടി നമ്മളെ വീട്ടിൽ മരുവാളായി വന്നു എന്ന് വെക്കുക. ആ പാവത്തിന് അങ്ങനെ വിട്ടേക്കുക. അത് അവളുടെ പ്രകൃതമാണ്. അല്ലാതെ അവളെ മൊത്തത്തിൽ നേരാക്കിയിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ നേരാക്കാൻ പറ്റൂല. അങ്ങനെയാണ് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാകും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. ആ അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ക്രൊണോളജിക്കൽ ഓർഡർ വീട്ടിലുണ്ടാവുക എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് അതൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പൊ എമ്മ, എളിയമ്മ, മൂത്തമ്മ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളെ വല്യമ്മയായ അമ്മായിമ്മനോട് പോലെ എങ്ങനെയാണ് പെരേക്ക് പോകാൻ ചോദിക്കാൻ നിങ്ങൾക്കറിയോ? അത്ര തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. അടുത്ത തിങ്കളാഴ്ച പോണെങ്കിൽ ഇന്ന് ചോദിക്കും, എന്ത്
അടുത്ത തിങ്കളാഴ്ചയൊക്കെ ഒന്ന് പോണട്ടാണ് പെർമിഷൻ കിട്ടാൻ വേണ്ടിട്ട്. അത് അവിടെ ഇരുന്നിട്ട് അമ്മമാരൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ, ഓരൊക്കെ അമ്മായിമാർ അങ്ങനെയായിരുന്നു. പെർമിഷന് വേണ്ടി വലിയ പണിയായിരുന്നു. ഇപ്പൊ എന്താ കഥ? മരോള് മാറ്റിയിട്ട് അവര് നല്ല ഇറക്കമില്ല, എന്നാ ഇറക്കമുണ്ട്, അങ്ങനെയുള്ള ഇപ്പോഴത്തെ ബാഗുകളൊക്കെ അതൊക്കെ ഇട്ടിട്ട് ഒരൊറ്റ പോക്ക് ഓടുക്കാൻ മളെ എന്ന് ചോദിക്കുമ്പോഴേ മരോള് പറയാൻ പോയിട്ട് വരാന്ന്. ഓടുക്കാന്നൊന്നും കൊടുത്തൊന്നുമില്ല. ഇങ്ങനെ ആവാനും പാടില്ല, അങ്ങനെ ആകാനും പാടില്ല. പെർമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഭാര്യമാര് നമ്മളോട് പെർമിഷൻ ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് സമ്മതം കൊടുത്തേക്കണം. അത്രയും നേരം ഒന്ന് സ്വസ്ഥമായിട്ട് കഴിഞ്ഞൂടെ? തമാശ അറിയണം കേട്ടോ. പടച്ചോനെ, ഞാൻ അത് നിങ്ങൾ കാര്യമാക്കരുത്. പെരയ്ക്ക് പോയിട്ട് വന്നോട്ടേന്ന്. നമുക്ക് പഴയ പുസ്തകങ്ങൾ വായിച്ചിരിക്കാണ്ടാകും, കുറെ എഴുതാനുണ്ടാകും, കുറെ വായിക്കാനുണ്ടാകും, കുറെ സുഹൃത്തുക്കൾ വന്ന് ചായയൊക്കെ കുടിച്ച് നല്ല രസമാവില്ല അത്. നമ്മളെന്തിനാ എന്നും പെണ്ണുങ്ങൾ നമ്മളെ പെരയിൽ തന്നെ വേണമെന്ന് ഇങ്ങനെ സാഠ്യം പിടിക്കണം? ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. പെണ്ണുങ്ങൾ പെരയിലില്ലെങ്കിൽ പിന്നെ നടക്കൂല. പെണ്ണുങ്ങളില്ലാതെയും ജീവിക്കേണ്ടത് നമ്മൾ. ഞാൻ നാളെ ഒരിക്കലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ കാണാൻ വേണ്ടി അന്ന് അദ്ദേഹം രജിസ്ട്രാറാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് മടക്കാൻ പറ്റാത്തൊരു സന്ദർശനമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കര ഒരുങ്ങി പിടിച്ച് പോകാൻ. എനിക്ക് പരിചയമുണ്ട് മുഹമ്മദ് സാറ്. അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ പീടിക്ക് ചായ എടുക്കാൻ പോയിക്കണം. ഏത് നാടൻ പീടിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരു റാപ്പ് പെട്ടെന്ന് കിട്ടുമല്ലോ വിചാരിച്ചു. അത് കഴിഞ്ഞ് മൂപ്പര് വന്നതിൻ്റെ കാലത്ത് തന്നെ കയറിയിട്ട് വന്ന് പെരയിലിറങ്ങി. എന്നിട്ട് ചായ പങ്കെടുക്കുന്നുണ്ടോ? ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലെങ്കിൽ നിർത്തേണ്ടതില്ല. അത് നമ്മൾ ഉസ്താദന്മാരോട് ചോദിച്ചാൽ അത് ഉസ്താദ തലാട്ട്. ബാങ്ക് കൊടുക്കേണ്ട സമയത്തല്ല നിർത്തേണ്ടത്. ബാങ്ക് കൊടുക്കേണ്ടത് കേൾക്കുന്നുണ്ടെങ്കിൽ നിർത്തണം. അല്ലേ ഉസ്താദ്? അങ്ങനെ തന്നെ അല്ലേ? അല്ലേ? ആ, പുറത്തേക്കല്ലേ? അങ്ങനെ കേൾക്കണില്ലല്ലോ, കുഴപ്പമില്ല. ബാങ്ക് നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കണം, നല്ലതുമല്ല. പക്ഷേ കേൾക്കുന്നില്ലെങ്കിൽ സംസാരം തുടരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്തേലും പറഞ്ഞത്? മറന്നുപോയാ? കാലിക്കറ്റ് രജിസ്ട്രാറെ വീട്ടിൽ പോയി. അയാള് വീട്ടിലെത്തി. മൂപ്പരിങ്ങനെ അടുക്കളയിൽ പോയി. എന്നിട്ട് പറഞ്ഞു, കട്ടൻ ചായ ഞാൻ തന്നെ കാച്ചണം എന്ന് പറഞ്ഞു. അവൻ പറയും, നിങ്ങൾ കാച്ചണ്ടായിരുന്നു. പിന്നെ മൂപ്പര് അടുക്കളയിൽ പോയിട്ട് ബേക്കറി തപ്പാണ്. എന്നിട്ട് കണ്ട് വന്നുകൊണ്ട് പറഞ്ഞെന്താണെന്നറിയോ? ഒരു സിമ്പിൾ മനുഷ്യൻ എന്നോട് വന്നിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ, പിന്നെ ഈ പളുങ്കൊക്കെ അവളെ എവിടെക്കോ കൊണ്ടുവച്ചിട്ടുണ്ട്, എവിടെയൊന്നും ഒരു പൊടുത്തല്ലേ എന്നും പറഞ്ഞു. എന്ത് രസം അങ്ങനെയൊക്കെ പറയല്. മറ്റത് നമ്മളിങ്ങനെ ഒരു രണ്ടാൾക്കാർ പെരയിൽ വന്നാൽ ആകെ ബേജാറ്. ബൽക്ക് ഇനിയിപ്പോൾ എന്താ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇല്ലല്ലോ, മുന്തിരി ഇല്ലല്ലോ, ബദാം ഇല്ലല്ലോ, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. അങ്ങനെയാണ് നമ്മളെ പെര. മനസ്സിലായോ ഞങ്ങൾക്ക്? ആള് വന്ന ബേജാറാവാനൊന്നും നിൽക്കരുത്. ഓരോട് ഓപ്പണായി പറഞ്ഞ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർക്ക് ഓപ്പണായി പറഞ്ഞത്. അങ്ങനത്തെ സിമ്പിളായ ആൾക്കാരും ഭയങ്കര ഇഷ്ടമാണ്. കട്ടൻ ചായ കാച്ചി കൊടുക്കുക, എന്നിട്ട് പാലില്ല ടക്ക കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കേൾക്കാനൊരു രസമാണ്. നമ്മളിങ്ങനെ ജാട പിടിച്ചിട്ട് എന്തിനാ ഈ പാല് ഇല്ലാത്ത സമയത്ത് ഓർലിക്സിന്റെ മറ്റേ സാധനം കലക്കിയിട്ട് മറ്റേം കൂടി പൗഡർ ഇട്ടിട്ട് എന്നിട്ട് നാടൻ പാലാക്കണമാതിരി ആക്കിയിട്ട് കൊടുക്കണത് എന്തിനാണ്? ചില സ്ഥലത്തുണ്ട് അങ്ങനെ ആട് ബിരിയാണിയാന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കുട്ടൻ്റെ ആട്ടുംപാല് പറന്നുങ്ങാണ്ട് അതൊരു മട്ടൻ ബിരിയാണി ആക്കുക. എന്തിനാ അതിൻ്റെ ഒക്കെ കാര്യം? അതിൻ്റെ ഒരു കാര്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇതാക്കുക, ഭയങ്കര സിമ്പിളായിട്ട് ജീവിക്കുക. അത് ഭയങ്കര രസമാണ്. ആ സിംപ്ലിസിറ്റി ആളുകൾക്ക് അതാണ് ഇഷ്ടം. ഞാൻ ഇന്നാൾ എൻ്റെ വീട്ടിൽ 2-3 വിരുന്നേരം എന്ന സമയത്ത് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് തോന്നി അരിമണി വറുത്തതും ചായയും കൊടുക്കാന്ന്. നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നു. അരിമണി വറുത്തതും ചായയും വെച്ചെടുത്തപ്പോൾ അവരത് ഫോട്ടോ എടുക്കണേ, വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ, ഞാൻ പറഞ്ഞു എൻ്റെ പെരിയിലാണ് നിങ്ങൾ എവിടെയും പറയണ്ട, വേറെ ഉള്ളതൊക്കെ പറഞ്ഞാലും തന്നെ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാ കുടിക്കണം. അപ്പോൾ അവർ 10-20 കൊല്ലയ്ക്കാണ് ഈ ചായ കുടിച്ചിട്ട്. സ്റ്റാർബക്സിന്റെ കോഫിയേക്കാൾ ഒരു പക്ഷേ ഇഷ്ടമായിരിക്കും ആൾക്കാർക്ക് അരിമണി വറുത്തതും ചായ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ആ ഒരു രീതി പോയാൽ അപ്പൊ ജീവിതം വളരെ എളുപ്പമാകും, വളരെ എളുപ്പമാകും. ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരുമക്കള്, അമ്മായിമ്മ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ അതിലേക്ക് തിരിച്ചു വരാം, ബാക്കിയുള്ളതൊക്കെ വിടാം. ഏതോ പറഞ്ഞപ്പോൾ എൻ്റെ കണക്ഷൻ വിട്ടു, അപ്പോഴേക്ക് ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോ മരുമക്കളെയും സ്നേഹത്തോടെ കൊണ്ടു നടക്കാൻ പറ്റണം. അമ്മായിമ്മമാർക്ക് അങ്ങോട്ട് മുത്തം കൊടുക്കണം. ആ നിങ്ങൾക്ക് മരുമക്കൾക്ക് മുത്തം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ചിരിച്ചപ്പുറത്ത്, എവിടെ കിട്ടാനാ സാറേ, മരിച്ചു പോകുമ്പോൾ വരെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള. ഇവിടെ അല്ലട്ടോ, ഞാൻ മടത്തിപ്പാറ വന്നിട്ട് ഗുലുമാൽ ഉണ്ടാക്കല്ലേ ഇവിടൊക്കെ. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങോട്ടും മരുമക്കൾ അമ്മായിമക്കൊന്ന് മുത്തം കൊടുക്കൂ. ഞാൻ ഈ മരുമക്കളോട് പറയാം, അമ്മായിമ്മ നിങ്ങൾ കൂട്ടുകാരികളാക്കിയാൽ ആണുങ്ങളായ ഞങ്ങൾക്കൊരു നഷ്ടമുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ രണ്ടാളും കണ്ട് ഒന്നാകും, ഞങ്ങൾ പലപ്പോഴും പുറത്താവും. എന്നാലും വേണ്ടില്ല നിങ്ങളൊന്ന് ഒന്നാവും. കാരണം ഈ ഗൾഫുകാരായ ആൾക്കാർ ഇന്നും, നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. പഴമയുടെ കഥ പറഞ്ഞോട്ടെ.
ഗൾഫിൽ കുറെ ആൾക്കാർ ഞാൻ ചെന്നാൽ അപ്പം കൗൺസിലിങ്ങിന് വിളിക്കും. ഞാൻ ഇപ്പൊ കൗൺസിലിംഗ് നടത്താറില്ല. സാർ റൂം എവിടെ എടുത്തിട്ടുള്ള ഞങ്ങൾ അങ്ങോട്ട് വരട്ടെന്നൊക്കെ പറഞ്ഞു. ഒട്ടുമിക്ക ആൾക്കാർക്കും പറയാനുള്ള ഇതാണ്. നാളെ ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കാരൻ ഞാൻ പറഞ്ഞു എന്തിനാ ഇഷ്ടം അങ്ങനൊക്കെ. എനിക്കും സങ്കടം തോന്നി. ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ ഒരാഴ്ചക്കൊക്കെ പോകലുള്ളൂ. അപ്പൊ എന്റെ ചെറിയ മോനെ കിട്ടാൻ വേണ്ടി ഉപ്പ ഫോൺ എടുത്ത് കാണും, ഉപ്പ ഞങ്ങൾ വേറൊരു കളിയിലാണ്, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പൊ എനിക്ക് എവിടെയോ ഫീൽ ചെയ്തു. ഞാൻ ഒരാഴ്ച ആയിട്ടുള്ളൂ ആകെ വീട്ടിൽ നിന്ന് പോയിട്ട്. അവരിപ്പോ ഒരു കളിയിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക. അപ്പൊ ഈ ഗൾഫുകാർക്ക് എത്ര വിഷമം ഉണ്ടാവും എന്നറിയോ? നിങ്ങളെ പുതിയാപ്പിളന്റെ ഫോൺ എന്നും വരും. ഇപ്പൊ പണ്ടായിരുന്നു ആഴ്ചയിൽ വരലൊക്കെ, എന്നും വരുന്നത് കൊണ്ട് അയിമക്ക് നോക്കിയിട്ട് നെറ്റ് തെളിവാ ഇനി ഇപ്പോഴാ വിളിക്കണമെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ എന്താ, അയൽവാസിത്തെ സീനത്തും അയൽവാസിത്തെ പിന്നെ വസുന്ധരയൊക്കെ വിരുന്ന് വന്നിട്ടുണ്ടാവും, ചായ അടിച്ചാൽ വന്നിട്ടുണ്ടാവും. അവര് വരുമ്പോ പുതിയാപ്പിള വിളിച്ചാൽ പറ്റൂല. എപ്പോഴും എടുക്ക് ഫോണ് അവർ വിളിക്കുന്നത് അവരുടെ ഒഴിവിനനുസരിച്ചിട്ടാണ്. അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ആ പാവം എങ്ങൾക്കറിയോ ഇപ്പൊ അവിടുത്തെ ചൂട് എത്ര എന്നറിയോ? കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ടാമത്തെ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാ. അതുവരെ റൂമിലായതുകൊണ്ട് അറിഞ്ഞിരുന്നില്ല. ജുമാ എന്ന് പറഞ്ഞാൽ അവിടെ 1:15 മണിക്കാ ദുബായിക്കില്. അപ്പൊ ഏകദേശം ഒരു 12:45 പുറത്തിറങ്ങിയ സമയത്ത് പള്ളിക്കൊന്ന് നടക്കേണ്ടി വന്നു. എന്താ അവിടുത്തെ ചൂട്! ഈ പാവം പ്രവാസികൾ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുന്നത് എന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോക്കാറുണ്ട്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് നിൽക്കുക ഈ പാവങ്ങളുടെ സാധാരണ ജോലിക്കാർ. അത്രയും ത്യാഗം സഹിച്ചിട്ട് ബുദ്ധിമുട്ടിട്ട് ആ വെയിലും കൊണ്ടിട്ട് അവർ വിയർത്ത് കുളിച്ചിട്ട് നമുക്ക് പൈസ അയച്ചു തന്നിട്ട് അതവിടെ എത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഫോണ് വിളിക്കുമ്പോൾ ആ ഫോണ് പോലും അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ഭാര്യ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുടുംബിനി ക്രൊണോളജിക്കലി ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിർത്തേണ്ടത് ഉമ്മയെയും ഉപ്പയെയുമാണ്. അത് കഴിഞ്ഞാൽ ഭർത്താവിനെയാണ്. ഇങ്ങനെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ഉണ്ട്. ഭർത്താവിന്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് ഭർത്താവിന് ഏറ്റവും ഇഷ്ടമാണ്. ആ ഉമ്മ എത്ര കാട്ടാസാണെന്ന് നിങ്ങൾ പറഞ്ഞാലും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം കുറെ ഇന്നലകളുടെ കഥയുണ്ടാവും. ഉമ്മ നല്ല സ്നേഹനിധിയായിരിക്കും, ഉമ്മ നല്ല രീതിയിൽ ഇവനെ വളർത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ഇന്നലെ അവന് കാണാനുണ്ട്. ആ ഉമ്മനെയാണ് ഇവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്ന മരുമക്കള് വന്നപ്പോ ചിലപ്പോൾ ഉമ്മന്റെ പ്രകൃതി മാറിയിട്ടുണ്ട്. ആ ഉമ്മയല്ല യഥാർത്ഥത്തിലുള്ള ഉമ്മ ഇവൻ പഴയ കാലത്ത് അനുഭവിച്ച ഉമ്മയാണ്. അതുകൊണ്ട് ആ ഉമ്മയെ വിഷമിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ ഏതാണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് പരസ്പരം സ്നേഹത്തിന്റെ മൂശയിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. പിന്നെ ഈ ആധുനിക തലമുറയിലെ, ഇനി കുറച്ച് ആധുനികത പറഞ്ഞോട്ടെ, ഈ ആധുനിക തലമുറയിലെ കുട്ടികളെ നിങ്ങൾ വളരെ കെയർ ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഡെയിലി ഒരുപാട് കോൾസ് വരുന്നത് കൊണ്ട് ഞാൻ പറയാം. ഒന്നാമത്തെ അവിടുത്തെ അഡിക്ഷന് ഇപ്പൊ MDMA അല്ലെങ്കിൽ പിന്നെ LSD ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ധാരണയുണ്ട്. അതൊക്കെ കുറച്ച് ആൾക്കാരെ ഉപയോഗിക്കുന്നുള്ളൂ. അതൊക്കെ ആൾക്കാരെ പറഞ്ഞ് പേരിപ്പിച്ച് ഇപ്പൊ എന്റെ മഹലിൽ 1000-ഓളം വീടുകളുണ്ട്. അതിൽ ചിലപ്പോ 1-2 ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാകാം. അത് ഉറപ്പൊന്നും ഇപ്പൊ നമ്മൾ വരുത്തിയിട്ടില്ല. ഇല്ലേ അസിയെ നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ വരുത്തിയിട്ടൊന്നുമില്ല നമ്മളെ മഹലിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് മഹലിൽ വന്നിട്ട് നമ്മളാണ്ട് വയലിൽ പറയും ഇവിടെ ആകെ MDMA ആണ്, ആകെ LSD എന്നൊക്കെ പറയുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പ്രസംഗിക്കല്ലേ. കുറച്ച് ആൾക്കാർ ഉപയോഗിക്കണം, അവരെ കൗൺസിൽ ചെയ്യുക, അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകുക, ട്രീറ്റ്മെന്റ് എടുത്താൽ മാറ്റുക. പക്ഷേ മാസായിട്ട് വന്നിട്ടുള്ള പ്രശ്നം ഏതാണെന്നറിയോ നിങ്ങൾ? അത് മൊബൈൽ ഗെയിമാണ്. മൊബൈൽ ഗെയിം അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ടൊന്ന് പഠിക്കണം. കാരണം കുട്ടികളുടെ പ്രകൃതം മാറുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുകയാണ്, നമ്മളെ പൈസകൾ പോവാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ആ കാർഡ് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ഇവൻ 4 കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്തിടെ അത് മനസ്സിലാക്കിയത്. നമ്മൾക്കും ഇപ്പൊ ഏകദേശമൊക്കെ ആയല്ലോ. പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 49 വയസ്സായി. പക്ഷെ അവരുടെ മനസ്സ് നമുക്കറിയില്ല. ഇവരെ കൗൺസിൽ ചെയ്യുമ്പോൾ അതൊക്കെ അറിയുള്ളൂ. കൗൺസിലിംഗ് ഞാൻ മനസ്സിലാക്കിയത്, ഉമ്മയുടെ കാർഡിൽ നിന്ന് ഇവൻ 3 ഡെബിറ്റ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഏജൻസികളുണ്ട്. ഒരു കാർഡിന്റെ കോഡ് കൊടുത്താൽ എന്നിട്ട് ആ കാർഡ് വെച്ചിട്ട് ഇവൻ കടം വാങ്ങിക്കാണ്. ആ കാർഡ് വെച്ചിട്ട് ക്രെഡിറ്റ് വന്ന് 1,05,000 രൂപ കടം വന്നു. 12 വയസ്സുകാരന്, വെറും 12 വയസ്സേ അവനുള്ളൂ. ഈ വയസ്സുകാരന് ഗെയിം കളിച്ചിട്ട്, ഗെയിമിന് പൈസ കൊടുക്കേണ്ട ഗെയിമുണ്ട്, ഗെയിം കളിച്ചിട്ട് പന്തയം വെക്കുന്ന ഗെയിമുണ്ട്, ഗാംബ്ലിങ്ങിന്റെ ഗെയിമുണ്ട്, വ്യത്യസ്ത ഗെയിമുകളാണ്. ഇവനെ ഹീറോ ആക്കുന്ന ഗെയിമുണ്ട്. അവൻ ഹീറോ ആയിട്ട് ഇങ്ങനെ നമ്മളിപ്പോ മറ്റേ വലിയ പിന്നെ ഹീറോകളൊക്കെ നടക്കുന്ന പോലെ ഇവൻ ഹീറോ ആയിട്ട് ഗെയിമിൽ നടക്കുന്ന ഗെയിമുണ്ട്. ഇങ്ങനെ ഗെയിമുകൾ മാറി മാറി കുട്ടികൾ കളിച്ചിട്ട് അവരുടെ മാനസിക നില തെറ്റുന്നു എന്നതൊരു പ്രശ്നം. നാളിപ്പോ 4 ആളുകളെ കൊന്ന പയ്യന്റെ കഥ നിങ്ങൾ വായിച്ചില്ലേ? അവന് 64 ലക്ഷം രൂപ കടമായിരുന്നു. ഓൺലൈനിലൂടെ 64 ലക്ഷം രൂപ കടമായിരുന്നു. നമ്മുടെ തലമുറ എങ്ങോട്ടായി പോകുന്നു? ഞാൻ ഭയപ്പെടുത്തല്ല. അതുകൊണ്ട് റുട്ടീന്റെ ഭാഗമായി എപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നുവെന്നും അവരേതൊക്കെ കളിക്കുന്നുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, മക്കളെ ചിലപ്പോൾ സമ്മതിക്കൂല, എന്നാൽ നിങ്ങൾ എങ്ങനെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം.
അവരുടെ മൊബൈൽ ട്രാക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞത് 15 വയസ്സിന് മുമ്പുള്ള കുട്ടികളെ കഥയാണ്. അവരുടെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മൊബൈലിലുണ്ട്. അത്രയെങ്കിലും നമ്മൾ ചെയ്തേക്കണം സൗഹാർദ്ദത്തിന്റെ ഭാഷയിൽ. ഇനി നമ്മുടെ മക്കൾ സ്കൂളിലോ കോളേജിലോ ഏതിലെങ്കിലും പോകുമ്പോൾ ചെറുതായ ഒരു പ്രണയത്തിലോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വിചാരിക്കും. ഇപ്പൊ പെടലല്ല, അങ്ങനെ ആവലാണ് ശരിക്കും. ആ പെട്ടു എന്ന് വിചാരിക്കും. അവരെ ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. എന്താ ഉപ്പ ചെയ്യേണ്ടത്, എന്താ ഉമ്മ ചെയ്യേണ്ടത്? ഒരിക്കലും ഉമ്മമാരത് മറച്ചു വെക്കരുത്. എനിക്കറിയാവുന്ന കുറെ തലാക്കുകൾ നടന്നത് ഉമ്മ മറച്ചു വെച്ചു, ബാപ്പയെ മറച്ചു വെച്ചതിന്റെ പേരിൽ ബാപ്പക്ക് വാശി പിടിച്ചിട്ടാണ്. പ്രണയം തുടങ്ങിയിട്ടുണ്ടെന്നിട്ട് ആ പയ്യൻ ഉമ്മനെ വിളിക്കും, മോനെ അങ്ങനെ ചെയ്യല്ലോ, നല്ലോണം ഉപദേശിക്കും ബാപ്പ അറിയാതിരിക്കാൻ വേണ്ടി. പക്ഷെ അതങ്ങനെ ആ വോയിസ് ഒക്കെ പിന്നെ പോയി അവസാനം ഈ ഉമ്മയുടെ വോയിസ് ആയിരിക്കും പിന്നെ അയാൾ കേൾക്കുക. നിനക്കെന്താ എന്നോട് പറഞ്ഞുകൂടായിരുന്നില്ല എന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മളതിനെ ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. പ്രണയം ഇനിയുള്ള കാലത്ത് ഒരുപാടുണ്ടാകും. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറയാം, നിങ്ങൾ പറയുന്ന പല പ്രമാദമായ പ്രണയങ്ങളും നമ്മുടെ അടുക്കലേക്ക് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. പ്രമാദമായ പലതും പേര് ഞാൻ പറയുന്നില്ല. അവിടെയൊക്കെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അതൊരു കെമിസ്ട്രിയാണ്. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പറയാം, ഒരു കെമിസ്ട്രി നമുക്ക് വരാനുണ്ട്, ഒരു രസതന്ത്രം. ആ രസതന്ത്രം വന്നു കഴിഞ്ഞാൽ ഏത് ആൺകുട്ടിയാണോ നമ്മുടെ മുമ്പിലുള്ളത് ആ ആൺകുട്ടിയോട് നമുക്കൊരു ഇഷ്ടം വരും. കാരണം ആദ്യമായിട്ട് പ്രണയം ഉണർത്തുന്നതാരോ അവരോട് നമുക്കൊരു സ്നേഹം വരും. അങ്ങനൊരു വികാരം, അങ്ങനൊരു പ്രത്യേക രസം, അങ്ങനൊരു പ്രത്യേകമായ ഒരു രീതി നമ്മുടെ ഉള്ളിൽ ആദ്യം വരുത്തിയത് സത്യത്തിൽ ഈ മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു അടുപ്പം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ജീവിതം തുടങ്ങി പക്വമായോ ജീവിതം തുടങ്ങി 1 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ താറുമാറാകും. പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒരിക്കലും അതിലേക്ക് പോകാതെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഇപ്പൊ ടെക്നോളജി വന്നിരിക്കുകയാണ്. പുതിയ തലമുറയിലെ കുട്ടികളെ നന്നായിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ച് ഉയർത്തണം. ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് ഞാൻ പറയാം, വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കുട്ടികൾ PG കഴിയാതെ നിർത്തരുത് എന്ന ഒരു ശഠ്യം എൻ്റെ ഈ മലപ്പുറം ജില്ലയിലെ പ്രിയപ്പെട്ട ഇന്നത്തെ മടത്തിപ്പാറ കുടുംബത്തിലെ ഇവിടെയുള്ള മുഴുവൻ ആളുകളും അത് ഏറ്റെടുക്കണം എന്ന് ഞാൻ പറയാം. ഇപ്പോഴത്തെ കുട്ടികൾ ഷോർട്ട് ടൈം കോഴ്സിലാണ്. ഈ ഷോർട്ട് ടൈം കോഴ്സ് കൊണ്ട് ചിലപ്പോൾ എന്ത് കിട്ടും? ഒരു ജോലിക്ക് കിട്ടും, ജോബ് എൻട്രി ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ തന്നെ ഒതുങ്ങേണ്ടി വരും. അതുകൊണ്ട് കുട്ടികൾ കയറി പഠിക്കട്ടെ. ഒരിക്കലും പഠിത്തത്തിന്റെ വർഷങ്ങൾ നിങ്ങൾ ചുരുക്കരുത്. +2 കഴിഞ്ഞ ഉടനെ തന്നെ 1 കൊല്ലത്തെ കോഴ്സ് ചെയ്യുക. എന്നിട്ട് അവൻ എന്തോ ആകുക, കുറെ കഴിഞ്ഞിട്ട് അവനിങ്ങനെ കുറച്ച് സാമ്പത്തികമൊക്കെ ആവുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിൽ കരഞ്ഞിരിക്കുക. പ്രശസ്തിയൊന്നും വിദ്യാഭ്യാസം വേറൊന്നുമാണ്. PVS ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കറെ കാണാൻ വേണ്ടി പോയി, ഹാരിസ് മടപ്പള്ളിയും ഒക്കെ. അങ്ങനെ ഒരുപാട് സംസാരിച്ചിരുന്നിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബാറ്റ്സ്മാൻ, ആ മനുഷ്യൻ അന്ന് കണ്ണുകൾ അറിയാതെ നിറച്ചുപോയത് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയാനാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സച്ചിൻ ടെണ്ടുൽക്കറിന് പ്രശസ്തി ഇല്ലാത്തത് കൊണ്ടാണോ? സച്ചിൻ ടെണ്ടുൽക്കർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? ഇന്നും ആ മനുഷ്യൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന സങ്കടത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ മടത്തിപ്പാറ കുടുംബത്തിലെ അംഗങ്ങൾ, വിദ്യാഭ്യാസത്തിന് ചെറുതായി കാണല്ലേ. വിദ്യാഭ്യാസം ഒരിക്കലും ജോലിയല്ല. വിദ്യാഭ്യാസം ഒരു സംസ്കാരമാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടാനുള്ള ഒരു കരുത്താണ്. നമുക്ക് മറ്റുള്ള ഭാഷകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ മുമ്പിൽ യശസ്സോടുകൂടി അവതരിപ്പിക്കാനുള്ള ഒരു ശേഷിയാണ്. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും അത്യാവശ്യം നന്നായിട്ട് പഠിക്കട്ടെ. മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കയറി പഠിക്കട്ടെ. പറ്റുമെങ്കിൽ ലോകോത്തര യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവർ പഠിക്കട്ടെ. ഇപ്പൊ ഞാൻ അഭിമാനത്തോടു കൂടി ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ നാട്ടുകാരനായ ഒരു ഹുദവിയാണ്, മഷൂഖ് ഹുദവി എന്നൊക്കെ പറയും. ഒരു ഹുദവി റിസർച്ച് കഴിഞ്ഞിട്ട്, അത് മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കഴിഞ്ഞിട്ട്, നിങ്ങൾ അറിയോ, ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മലേഷ്യയിലെ ഫിഖ്ഹിന്റെ ഹെഡ് ഇന്ന് മലപ്പുറത്തുകാരനായ കുറുമ്പത്തൂർ മഹലിലെ എൻ്റെ ഭാര്യയുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഹുദവിയാണ് ഇന്ന് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഫിഖ്ഹിന്റെ ഹെഡ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഉയർന്ന് കയറി പഠിക്കട്ടെ. എത്ര ഉയർന്ന് കയറി പഠിക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മുടെ മക്കൾ കയറി പഠിക്കട്ടെ. എന്നിട്ട് നല്ല തിസീസുകൾ അവതരിപ്പിച്ച് നല്ല ഉഷാറായി മുന്നോട്ട് പോയി. അപ്പൊ ചില കുട്ടികൾ ചിലപ്പം പറയും, ഇന്നാളത്ര പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ +2 വരെ ടോപ്പ് റേഞ്ച് ക്യാമ്പസിൽ പഠിച്ചവരാണ്. നിങ്ങൾ പറഞ്ഞത് സ്റ്റീവ് ജോബ്സിനെ കുറിച്ചാണോ? ആപ്പിളിന്റെ CEO അതിന്റെ അപ്പുറത്തേക്ക് പഠിച്ചിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ +2 വരെയുള്ള എഡ്യൂക്കേഷൻ നിങ്ങളൊന്ന് എടുത്തു നോക്ക്.
എത്ര ടോപ്പ് റേഞ്ച് ക്യാമ്പസിൽ അവർ പഠിച്ചതെന്ന് നോക്ക്. അത് കഴിഞ്ഞിട്ട് കമ്പനിയൊക്കെ സെറ്റിലായിട്ട് പിന്നെ അവർ ചെയ്ത കോഴ്സ് നോക്ക്. രത്തൻ ടാറ്റ 64-ാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് കോഴ്സ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. കുട്ടികൾ നന്ന കയറി കയറി പഠിക്കട്ടെ. പ്രത്യേകിച്ച് AI ഒക്കെ വരുന്ന കാലത്ത് ഒരുപാട് ഉയരാൻ പോവാണ്. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുന്നു ഞാൻ പറഞ്ഞല്ലോ. എവിടെ വരെ എത്തുന്നു എന്നറിയാം. ഇതെല്ലായിടത്തും ബാധിക്കാൻ പോവാണ്. പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി തോന്നും. ഇവിടെ ഇരിക്കണം എല്ലാവരോടും കൂടി പറയണം, അറിയുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോബ് എന്ന് പറയുന്നത് AI ചെയ്ത് 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 നമ്മളതിനെ നിയന്ത്രിക്കുന്ന ആളാകാൻ പോവാണ് ഓരോരുത്തരും. അപ്പൊ അതിനനുസരിച്ച് കയറി നമ്മൾ പഠിക്കണ്ടേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർ വളരെ ശ്രദ്ധിച്ചോളി. ഇനി പെട്രോൾ എന്ന് പറയുന്ന സാധനം ഡീസൽ എന്നൊക്കെ പറഞ്ഞ സാധനത്തിന് പകരം ബാറ്ററിയായി അതായി ഇതായി. ഇനി റോഡുകളിൽ പാനലുകൾ വെച്ചിട്ട് അതിൽ നിന്ന് കാറിലേക്ക് കയറിയിട്ട് കാറ് വർഷത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ ഗവൺമെന്റിലേക്ക് ഫീസ് അടക്കുന്ന രീതിയിലേക്ക് വരിക. അത് ചിലയിടത്ത് തുടങ്ങി, ചൈനയിലെ ചില ഭാഗത്തൊക്കെ തുടങ്ങി. ഇങ്ങനെ കയറി 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 മൊത്തം ജീവിതഗതികൾ മാറാൻ പോവാണ്. ആ സമയത്ത് നമ്മുടെ കുട്ടികൾ അന്തിച്ചു നിൽക്കരുത്, വിവരമില്ലാത്ത കുട്ടികളായി മാറരുത്. ഇനി നമ്മൾ സാധാരണ കൺസൾട്ടേഷൻ ചെയ്യുന്നത് പോലും അമേരിക്കയിലെ ഡോക്ടേഴ്സിനൊക്കെ ആയിരിക്കും. ശ്രദ്ധിക്കണം നിങ്ങൾ. എന്നിട്ട് നമ്മുടെ വീട്ടില് ഒരു നല്ലൊരു ഫെസിലിറ്റി ഒരുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കീഹോൾ ശസ്ത്രക്രിയൊക്കെ അമേരിക്കയിൽ ഇരുന്നിട്ട് AI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ നടത്തും. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും പോയിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാകൂല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരാൻ പോവാണ്. പെട്ടെന്നൊന്നും വരുന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ നെസ്റ്റോ ഒരുപാട് വരുന്നു, അതേമാതിരി തന്നെ ലുലു വരുന്നു. ഇനി ഇതൊക്കെ സ്റ്റോറേജസ് മാത്രമായിട്ട് കിടക്കാൻ പോവാണ്. എല്ലാവരും ഓൺലൈനിൽ മാത്രം വാങ്ങാൻ പോവാണ്. അത് നിങ്ങൾക്ക് അറിയാലോ. മീഷോ എന്ന് പറഞ്ഞ സാധനത്തിന് സാധാരണ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഏകദേശം ഒരു 50% വില കുറഞ്ഞിട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ തന്നെ അല്ലേ പെണ്ണുങ്ങളെ? അല്ലേ? നമ്മളെ പേരിലൊക്കെ എൻ്റെ മോളൊക്കെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് മീഷോ എന്ന് ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് എത്ര വില എന്ന് ചോദിക്കും. ഞാൻ മീഷോനെ പ്രൊമോട്ട് ചെയ്യല്ലോ കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആപ്പുകൾ ഇങ്ങനെ വികസിച്ചിട്ട് ആൾക്കാർ പുറത്തിറങ്ങാതെ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് ഇപ്പൊ ബിരിയാണി പോലും കാരണന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് പെരുന്നാൾ വന്ന വീട്ടുകാര് ഇനി എന്താക്കും ഓർഡർ ചെയ്യുന്ന കാലം വന്നു. അതും കഴിഞ്ഞ പെരുന്നാൾക്ക് വന്നു. പെരുന്നാൾക്ക് അവനാന്റെ വീട്ടിലെ ചോറൊന്ന് വയ്ക്കണം നമുക്ക് നല്ലൊരാഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് ആണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾ ആലോചിച്ചോളിട്ടോ. ഉണക്കസ്രാവും ആ പുളിഞ്ചാറും അതൊക്കെ ഒരു വേറൊരു രസം തന്നെയാണ്. കാരണം നമ്മൾ ഉമ്മാനെങ്ങനെ ആലോചിക്കാൻ, അങ്ങനെ ഉണ്ടല്ലോ, ഉപ്പൻ ആലോചിക്കാൻ നമുക്ക് ചില പല ഓർമ്മയും വേണം. എൻ്റെ തറവാട്ട് വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് ഒരു പേരക്കമരമുണ്ട്. ആ പേരക്കമരൻ്റെ കാണുമ്പോൾ ഉള്ളിൽ ഒരുപാട് വികാരങ്ങൾ വരാണ്. കാരണം ചെറുപ്പത്തിൽ കയറി മറിഞ്ഞിരുന്നത്, അതിലിടയ്ക്ക് കുഞ്ഞുട്ടി എന്ന് പറയുന്ന മൂത്താപ്പാൻ്റെ മോൻ അവിടുന്ന് വീണ സമയത്ത് അവൻ അന്നൊരു സൈക്കിൾ വാങ്ങിയിരുന്നു. 150 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ട്. 150 ഉറുപ്പ്യാണ് ഒരു ആവറേജ് സൈക്കിളിന്റെ വില. ചെറുപ്പത്തിലെ കഥയാണ്. അപ്പോൾ അവനെ കണ്ണിങ്ങനെ പോവാൻ. അപ്പോൾ എന്നോട് പറയാണ്, വാപ്പോ എനിക്ക് ഇനി സൈക്കിൾ ഔട്ടാൻ പറ്റൂലല്ലോ, ഇവിടെ മരിക്കാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു പേരക്കമരം തന്നെ നമ്മളെ ഇന്നലകളിലേക്ക് കൊണ്ടുപോകും. എവിടെ നമ്മളൊന്നും നോക്കുന്നില്ലല്ലോ. ഉമ്മാമാന്റെ അടുത്തൊക്കെ പോവുക, ഉമ്മാമാന്റെ മടിയിൽ ഇപ്പൊ ഇരിക്കണേ 3ാമത്തെ ഒരു സ്ത്രീ, കുറെ വയസ്സായിട്ടുണ്ടാവും, അപ്പുറത്തും അതിരിക്കണം, അതേപോലെ അപ്പുറത്തും അതിരിക്കണം, ഓലെ മടിയിലൊന്ന് തല വെച്ച് കിടക്കുക. നമ്മൾ ജില്ലാ കളക്ടർ ആണെങ്കിലും ഉമ്മാമാന്റെ മടി തല വെച്ചിട്ട് ഇങ്ങനെ പഴയ കഥകൾ പറയാ. അപ്പൊ പുഴക്കരയ്ക്ക് കെട്ടിച്ചത്, ചൂട്ട് കെട്ടത്, കയ്യെ മാറിപ്പിടിച്ചത് ഒക്കെ കഥകൾ പറയും. ഇതൊക്കെ പറയാൻ അനുവദിക്കണ്ടേ? എൻ്റെ നാട്ടിലൊരു ആമിനൂന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കോളേജിലേക്ക് നിങ്ങൾ പരിപാടിക്ക് വരണമെന്നാണ്. ആയിക്കോട്ടെ ഞാൻ വരാൻ തന്നെ. 37 വിചാരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനാണെന്നാ. ABCD കണ്ടിട്ടില്ല, സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ വന്ന് ഞാൻ ഒരു ദിവസം ചോദിച്ചു മൈക്കുണ്ടായ അതിന് ഞാൻ വരൂല എന്നാണ്. അവിടെ കോളേജിൽ പരിപാടിയൊക്കെ വെച്ച് ആമിനൂന്ത ഗസ്റ്റ് ആവട്ടെ. കാരണം ബദർ പാട്ട് പോലെയുള്ള നല്ല രസകരമായ പാട്ടുകളൊക്കെ കാവ്യമായിട്ട് നമുക്ക് അതിനെടുക്കാമല്ലോ. ഇതൊക്കെ പാടിയിട്ട് ആളുകളെ പ്രചോദിപ്പിക്കുന്ന രാമിനത്ത് നമ്മൾ ഉമ്മാമാരുടെ അടുത്തൊക്കെ ഒരുപാട് കഥകളുണ്ട്. അതൊന്ന് കേട്ടിരുന്ന് പഴമയിലേക്ക് പോയി പരസ്പര സൗഹാർദ്ദത്തിന്റെ ഭൂമികയിലേക്ക് നമ്മൾ എത്തണം. കുടുംബത്തില് ദയവ് ചെയ്തിട്ട് നിങ്ങൾ വലിയ വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിലേക്ക് അടക്കൊന്നും വിരുന്നേരെ വിളിക്കാതിരിക്കല്ലേ. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് കഴിയാൻ ആഗ്രഹിക്കാൻ അല്ല. ഒരു വിരുന്നുകാരൻ കടന്നു വരുന്നത് യശസ്സോടെ നമ്മൾ കാണും. ശ്വാസമ പറഞ്ഞു, നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്നതിൽ മുന്നേറണമെന്ന്. അവിടെ നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ വരട്ടെ. ഇന്ന് പല ഭർത്താക്കന്മാർക്കും പല ആൾക്കാരും പെരുകൊണ്ടാവാൻ മടിയാ. കാരണം എന്താണെന്നറിയോ? ഭാര്യയുടെ അപ്രോച്ച് ശരിയല്ല. നിങ്ങൾക്ക് കുറച്ച് ചെങ്ങായിമാരുണ്ട്, ചായ ഇങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എടാ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കുടുംബമാണ്.
അതേപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സിനെ ഒഴിവാക്കിക്കൊണ്ട് കുടുംബമില്ല, കുടുംബത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഫ്രണ്ട്സും ഇല്ല. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഫ്രണ്ട്സ് ഉണ്ടാകും. ആ ഫ്രണ്ട്സ് അവരുടെ ഒരു വല്ലാത്ത താക്കത്താണ്. നിങ്ങളറിയോ, ഒരു മനുഷ്യൻ സാമ്പത്തികമായിട്ട് തകർന്നു പോയാൽ കുടുംബത്തിലെ ആളുകൾ ഓടിയെത്തുന്നതിനേക്കാൾ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തുന്നത് അവന്റെ കൂട്ടുകാരായിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരൊരു വല്ലാത്ത ബലമാണ്. അതുകൊണ്ട് കൂട്ടുകാരിൽ നിന്നെല്ലാം അകറ്റിയിട്ട്, ചിലപ്പോൾ കൂട്ടുകാരെ രാവിലെ ഒരു ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവും. ആ ചായ കുടി എന്ന് പറയുന്ന സാധനം പോയതിന്റെ പേരിൽ നിങ്ങളെന്താ ചായ കുടിക്കാൻ അങ്ങോട്ട് വയ്ക്കണം, അല്ലെ ഇടക്കൊക്കെ വരെ കൂടെ പോണ്ടേ എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പെരയിൽ പിന്നെ എന്തിനുണ്ടാക്കിയതാ ചായ? ഇടക്കൊക്കെ കൂട്ടുകാരുടെ പോലെയും എന്താക്കട്ടെ, നമുക്ക് 4-5 യാത്രകളുണ്ട്. ആ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്ര നമ്മുടെ ഫാമിലിക്കൊപ്പമുള്ള യാത്രയാണ്. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് യാത്ര ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്കുള്ള യാത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ഓടിക്കളിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓടിക്കളിച്ചത്, എന്നിട്ട് ആയിഷ ബീവി തന്നെ ജയിച്ചത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അഥവാ പെണ്ണുങ്ങളോട് പറഞ്ഞ പെണ്ണുങ്ങൾ എന്താ പറയാ, നമ്മളോ ഓടിയേ ഈ കാലത്തോ എന്നൊക്കെ ചോദിക്കും. ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് യാത്ര ഉണ്ട്. മക്കളൊക്കെ തൽക്കാലം ഏടത്തിന്റെ പെരയിലൊക്കെ, എന്നിട്ട് രാവിലെ പോവുക, എന്നിട്ട് ഊട്ടി കൂടെ കൊടൈക്കാൻ. എന്താ മക്കളില്ലാതെ ഇപ്പൊ നമുക്ക് പോണ്ടേ? മക്കളുടെ കൂടെയും യാത്ര പോകണം, അതോടൊപ്പം ഭാര്യയോടൊപ്പം യാത്ര പോകണം. വിത്ത് യുവർ ഫാമിലി, വിത്ത് യുവർ സ്പോസ്, നിന്റെ ഇണയോടൊപ്പമുള്ള യാത്ര. എന്നിട്ടൊരു കുന്നിന്റെ മേലെ പോയിരിക്കുക, ആരും ഇല്ലല്ലോ. അവിടെ പോയിട്ട് നമ്മളെ നിക്കാഹ് കഴിഞ്ഞതും അങ്ങനെ കഥകളൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുക. അതും വേണ്ട ഇരിക്കുക. അതിലടക്കം മഴ പെയ്യും. അപ്പൊ രസകരമായിട്ട് എന്താക്കുക, അവിടെ ഇരുന്നിട്ട് വലിയ മ്യൂസിക്കൊന്നും ഇടണമെന്നില്ല, 2 പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ കൊണ്ട് ഇറങ്ങിപ്പോര്. അത് എന്തൊരു രസമായിരിക്കും. മലപ്പുറം ജില്ലക്കാർ തീരെ ചെയ്യാത്തൊരു പരിപാടി കപ്പിൾസ് ജേണി. അവനവന്റെ ഭാര്യയോടൊപ്പം മാത്രമുള്ള യാത്ര. എന്നിട്ട് ഭയങ്കര രസകരമായിട്ട് അവൻ്റെ മക്കളായിട്ട് പോകുമ്പോൾ നമുക്ക് അതിനൊന്നും നേരം കിട്ടൂല. മക്കളായിട്ട് പോയിട്ട് കുന്നിന്റെ മേലെ നമ്മൾ 2 ആൾ മാത്രം പോയിരിക്കും. മക്കളെ ഇതപ്പം നിങ്ങൾ അവിടെ പോയിരിക്കണം എന്നൊക്കെ ചോദിക്കും. നേരെ വെച്ചിട്ട് മക്കളെ തൽക്കാലാക്കിയിട്ട് കപ്പിൾസ് ജേണി അങ്ങനെ യാത്ര ചെയ്യേണ്ടി വരും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് ഫ്രണ്ട്സ് ജേണി, നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം നമ്മളെ യാത്ര. എനിക്കൊരുപാട് ഫ്രണ്ട്സാണ്. അവരൊക്കെ പാട് ഒഴിവാക്കിക്കൊണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ കഴിയാണെന്ന് നമുക്ക് പറ്റൂല. ഫ്രണ്ട്സ് പല ഭാഗത്തു നിന്നും ഫ്രണ്ട്സ് ഉണ്ടാവും. അത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. എല്ലാ ജില്ലയിലും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. പല രാജ്യങ്ങളിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് ആ ഫ്രണ്ട്സുകൾ വരട്ടെ പോകട്ടെ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാവരും കൂടി ഒന്ന് ചാടിക്കളിക്കാൻ വേണ്ടി ഒരു കുളത്തേക്ക് പോയെന്ന് വിചാരിക്കും. അവരെ ഫ്രണ്ട്സൊക്കെ പാടെ രസകരമായിട്ടൊരു ആർമാദിച്ചൊരു കുളി. ആ കുളിക്കാൻ പോയി അരമണിക്കൂർ ആകുമ്പോൾ തന്നെ കൺട്രോൾമെന്റ് ഹോം ഒന്ന് വിളിക്കണ മാതിരി വിളിക്കരുത്. നിങ്ങളെവിടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതും വേണ്ടതാണ്. കാരണം ഇയാളുടെ സ്ട്രെസ് റിലീസാകാൻ ഫ്രണ്ട്സ് വേണം. നമ്മുടെ വീട്ടിലുള്ള വയസ്സായ ആള്, എടി ഞാൻ പോയിട്ടൊന്ന് മമ്മേക്കാളൊന്ന് പോയിട്ട് വരാ, എന്തൊക്കെയാ അവന്റെ വർത്താനം എന്നൊന്ന് അറിയട്ടെ എന്ന് പറയുമ്പോൾ വേഗം പറഞ്ഞേക്കണം. കാരണം ഇയാൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വരുന്നതിന് കുറേ ആശ്വാസം വരും ഈ മമ്മയാക്കാൻ ഒരു വട്ടം കണ്ടാൽ. അതുകൊണ്ട് ഫ്രണ്ട്സും പ്രധാനപ്പെട്ടതാണ്. അതിലേറെ വലിയ യാത്ര സ്പിരിച്വൽ ജേണിയാണ്, ആത്മീയപരമായ യാത്രയാണ്. അതിൽ ഉംറയാകട്ടെ, ഹജ്ജാകട്ടെ, മറ്റുള്ളതാകട്ടെ, ഏറ്റവും സ്ട്രോങ് ആയിട്ട് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള യാത്രകളാണ്. ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് കുടുംബമാവുക. അതുകൊണ്ട് കുടുംബത്തിൽ ഒരു അലൈൻമെന്റ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറഞ്ഞോട്ടെ, ഇവരോട് പറയണ്ടെന്നല്ല, എല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഞാൻ 5 മിനിറ്റ് കൊണ്ട് നിർത്തും. അഥവാ ഒരു വിഷനാണ്, ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് നമുക്ക് 5 കാഴ്ചപ്പാടുകൾ ചുരുങ്ങിയതുണ്ടാകണം. അത് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു പെട്ടെന്ന്. 5 കാഴ്ചപ്പാടുകൾ. 1, ഞാനും എൻ്റെ കുടുംബവും ആത്മീയപരമായി എത്രമാത്രം ഈ ലോകത്തിൽ ഉയരത്തിലെത്തുമെന്നത് ആദ്യത്തെ കാഴ്ചപ്പാടാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യും, എൻ്റെ മക്കളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും, എൻ്റെ ഭാര്യ എന്തൊക്കെ ചെയ്യും, എൻ്റെ ഉമ്മ ഉപ്പ ആരൊക്കെയുണ്ടോ അവര് ദീനിന് വേണ്ടി എന്തൊക്കെ സംഭാവനകൾ ചെയ്യുമെന്ന്. അങ്ങനെയായിരിക്കണം ആദ്യത്തെ നമ്മുടെ വിഷൻ. ആ വിഷന്റെ ഭാഗമാണ്. ഉദാഹരണത്തിന് നമ്മൾ സമ്പത്തുണ്ടായി, ബിസിനസ് ഒക്കെ ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് 2 പള്ളി കയറ്റുമെന്ന് മക്കളോട് പറയണം. അഥവാ ഞാനില്ലെങ്കിൽ മക്കളെ നിങ്ങൾ കയറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടാക്കണം. ചില ആൾക്കാർ അതിൽ മേലേക്ക് പോകും, ഒരു ദീനി സ്ഥാപനം ഉണ്ടാക്കണമെന്ന് പറയും. ചില ആൾക്കാർ പറയും നമുക്ക് ഇന്ന സ്ഥലത്തൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണമെന്ന് പറയും. മക്കളെ വെച്ചിട്ട് ദീനീപരമായ ഒരു ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കണം. അപ്പോഴാണ് മക്കൾക്കും അതിലൂടെ ജൈത്രയാത്ര ഉണ്ടാവുക. ഞാൻ അങ്ങനത്തെ മക്കളെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് എൻ്റെ ഉപ്പാന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമ്പോൾ ഉമ്മയും മകനും പൊട്ടിക്കരഞ്ഞ രംഗം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം വാപ്പയുടെ ഒരു സ്വപ്നം കാലങ്ങൾക്ക് ശേഷം മകനിലൂടെ നടപ്പാക്കിയിരുന്നു. 7 കോടി രൂപ ചെലവാക്കി മകൻ സ്വന്തമായി നാട്ടിലൊരു സ്ഥാപനം പാവങ്ങൾക്ക് വേണ്ടി തുടങ്ങുമ്പോൾ ആ മകനെന്ന് പൊട്ടിക്കരഞ്ഞത് പിതാവിന്റെ പഴയ കാലത്തെ വസിയത്ത് നടപ്പിലാക്കി എന്നതാണ്. അതുകൊണ്ട് ആത്മീയപരമായി നമ്മുടെ കുട്ടികൾക്ക്, നമുക്കെല്ലാവർക്കും ഒരു വിഷൻ ഉണ്ടാക്കണം, ഒരു കാഴ്ചപ്പാടുണ്ടാകും.
രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കുമെന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ? നമ്മൾ ബിസിനസ്സോ ഏർപ്പാട് എന്തൊക്കെ ഉണ്ടായാലും അതിൽ നിന്നൊരു സംഭവം മിച്ചം വെച്ചിട്ട് നമ്മൾ കുറച്ച് വീട് വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പാലിയേറ്റീവ് സെന്റർ തുടങ്ങണം. അങ്ങനെ മക്കളെ വെച്ചിട്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ സമൂഹത്തിലെ പലരെയും കൂട്ടിയിട്ട് അങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷനാണ്. മൂന്നാമത്തെ വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി വിഷനാണ്. എൻ്റെ അഞ്ചൻ്റെ മക്കളെ, എൻ്റെ ജ്യേഷ്ഠന്റെ മക്കളെ, എൻ്റെ പെങ്ങളുടെ മക്കളെ, നമ്മളെ സ്വന്തം മക്കളെ മാത്രമല്ല എല്ലാവരെയും ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. അല്ലാതെ എൻ്റെ മൂത്ത മോൻ അവിടെ, എൻ്റെ ഇളയ മോൻ ഇവിടെ, അങ്ങനെയല്ല. എന്നിട്ടോ നമ്മുടെ എല്ലാ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെയും, കൂട്ടുകാരും കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്, അവരുടെയൊക്കെ മക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ചിന്താധാര നമുക്കുണ്ടായാൽ നിങ്ങൾ നോക്കിക്കോ, അള്ളാഹു നമുക്ക് ബർക്കത്തിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു തരും. കാരണം മനസ്സിലുണ്ട് ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തുണ്ടെന്നറിയോ? ഈ സംഭാവന ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെയും ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവർക്ക് ഇങ്ങനെ പടച്ചം കൊടുക്കണമെന്നറിയോ? അവർക്ക് ആ മനസ്സ് ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന വ്യക്തികളൊന്നും പറയല്ല. ചിലർക്ക് ഉണ്ടായാലും ആരെ ഇഷ്ടിച്ച് ഇങ്ങനെ കൊടുക്കും. ചിലപ്പാരുണ്ടാവും, ഇവിടെ ഉണ്ടാവില്ല കേട്ടോ, മടത്തിപ്പാറ ഉണ്ടാവില്ല, ഒരു 2 ഏക്കർ പറമ്പൊക്കെ ഉണ്ടാവും. പക്ഷേ മോൻക്ക് ഇതുവരെ 20 സെന്റ് പേരേറ്റാൻ കൊടുത്തിട്ടുണ്ടാവില്ല. അത് ഇങ്ങനെ അടുക്കി പിടിച്ച് ഇങ്ങനെ ഇരിക്കല. എന്നിട്ട് മൂപ്പര് മരിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കള്, സമൂഹം, ഇതെല്ലാം കുടുംബത്തെ ഒക്കെ ഉയർത്തലാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിഷൻ നമ്മുടെ ആരോഗ്യപരമായ വിഷനാണ്. അഥവാ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ കാക്കണം, ആ ഒരു രീതിയിൽ നമ്മൾ വിഷൻ കോൺസെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എത്തുമ്പോൾ സമൂഹത്തെ നിങ്ങൾ എടുക്കുമ്പോൾ മടത്തിൽപ്പാറ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ കുടുംബത്തിലെ ഏതോ പാവങ്ങളായ ആൾക്കാർ ഇവിടെ ഉണ്ടാകും. ഞാൻ നിർത്തുന്ന ഏതോ പാവങ്ങളായ ആൾക്കാർ, ആ പാവങ്ങളായ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടെന്ന കോൺസെപ്റ്റ് നിങ്ങളുടെ മുന്നിലുണ്ടാകും. ഇപ്പൊ ഇവിടെ ഇരിക്കണ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടാവും പെരയില്ലാതെ ഭയങ്കര ഇടങ്ങറായിട്ട് ഇരിക്കണ്ടേ. അതൊക്കെ നിങ്ങളെ പദ്ധതിയിലുണ്ടാകും. ഞാൻ ഈ കുടുംബ സംഗമത്തിലെ അമരക്കാരോട് പറയുന്നു, ഇന്നും ചിലപ്പോൾ അത് നടക്കാം. ഇനി നടക്കുന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇത്ര വിപുലമായിട്ടല്ലെങ്കിലും ഒരു കുടുംബ സംഗമം കൂട്ടുമ്പോൾ അവിടെ നിങ്ങളൊരു 4-5 വീടിന്റെ താക്കോൽദാനമായിരിക്കണം നടത്തേണ്ടത്. ആളുകളെ ഷാളണിയിക്കുക എന്നതൊരു 500 രൂപയുടെ 1000 രൂപയുടെ ഒരു പരിപാടിയാണ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യർക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ സക്കാത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കളക്റ്റീവാക്കണം. അത് പറയുമ്പോൾ സംഘടനാപരമായ ചിന്തയാണ്. ഞങ്ങളെ കുടുംബത്തിൽ നടപ്പിലാക്കുന്ന കാര്യം പറയാം. എല്ലാ വർഷത്തിലും നമ്മൾ സക്കാത്തിന്റെ ഫണ്ട് എന്ത് ചെയ്യും? പൈസക്കാരായ ആൾക്കാർ കുടുംബത്തിലുണ്ടാവുമല്ലോ, അവിടെ ഇത് കണക്കാക്കില്ല, അവരിൽ നിന്ന് വാങ്ങിക്കും. അതിന്റെ വിഹിതം വെച്ചിട്ട് നമ്മൾ വീട് വെച്ച് കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക്. അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ വേറെ സദക്കയായിട്ട് സ്വീകരിച്ചിട്ട് ചെയ്യാം. ഇനി കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, അതിനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതിന് സ്കോളർഷിപ്പ് നിങ്ങൾക്കില്ല എങ്കിൽ അസീം പ്രേംജി സ്കോളർഷിപ്പിലേക്ക് നിങ്ങൾക്ക് പോകാം. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യൻ വ്യാപാരിയായിട്ടുള്ള അസീം പ്രേംജി. അപ്പൊ അസീം പ്രേംജി ഫൗണ്ടേഷൻ എന്താണ് നിങ്ങൾ അറിയണം. അതിന്റെ എക്സാമിനേഷൻ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കണം. എന്നിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ട, അസീം പ്രേംജി കൊടുത്തോളും. 2.25 ലക്ഷം കോടിയിൽ നിന്ന് 1.25 ലക്ഷം കോടി രൂപ, 1.25 ലക്ഷം കോടി രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ച മനുഷ്യന്റെ പേരാണ് ഈ പറയുന്നത്. ഇപ്പൊ ബിൽഗേറ്റ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ 5 ലക്ഷം കോടി 10 ലക്ഷം കോടി ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കുമെന്നാണ്. അപ്പൊ ബിൽഗേറ്റ്സിന്റെ ഫൗണ്ടേഷനിലേക്ക് എങ്ങനെ കയറാം? അത് നമ്മുടെ കുടുംബത്തിലെ സൗഹൃദപരമായി നല്ല ഇന്റലക്ച്വലായ ആൾക്കാർ അതിന് അന്വേഷിച്ച് കണ്ടെത്തണം. ബിൽഗേറ്റ്സിന്റെ ഫൗണ്ടേഷനിലേക്ക് കയറി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏതൊക്കെ സ്കോളർഷിപ്പ് ലഭിക്കുമെന്ന് അദ്ദേഹം 10 ലക്ഷം കോടിയാണ് കൊടുക്കാൻ പോകുന്നത്. PM ഫൗണ്ടേഷൻ, നമ്മുടെ നാട്ടിലെ PM ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സിവിൽ സർവീസ് മുതൽ എല്ലാം ചെയ്യാം. അതിന് കുടുംബക്കാരൊന്ന് കൂടണം. കുടുംബക്കാര് മൊത്തത്തിൽ PM ഫൗണ്ടേഷന്റെ എക്സാമിനേഷൻ എഴുതിപ്പിക്കണം, അസീം പ്രേംജി ഫൗണ്ടേഷൻ എഴുതിപ്പിക്കണം. ഇങ്ങനെ എഴുതിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഒരുപാട് ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റും. പോരാ, എല്ലാ വർഷത്തിലും നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് എപ്പോഴാണ് നടത്തുന്നത് നിങ്ങൾ നോക്കണം. എന്നിട്ട് ഇവിടെ വിദ്യാഭ്യാസ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിക്കാർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് നമ്മുടെ മക്കളെ കൊണ്ട് എഴുതിപ്പിക്കണം. എന്നിട്ട് ഫ്രീ ആയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയിട്ട് നമ്മൾ കുട്ടികളെ പഠിക്കട്ടെ. ഇതേപോലെ IIT പോലെയുള്ള സ്ഥലത്തേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ, JEE പോലെയുള്ള സാധനങ്ങൾ എഴുതിപ്പിക്കാൻ വേണ്ടി സ്കോളർഷിപ്പ് കിട്ടുന്ന സെന്റേഴ്സ് ഉണ്ട്, അതിന്റെ എക്സാമിനേഷൻ എഴുതിപ്പിക്കണം. എന്ന് വെച്ചാൽ മടത്തിപ്പാറ എന്ന് പറയുന്ന ഈ കുടുംബം ഭാവിയിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ഇവിടെ ആദരം ഏറ്റുവാങ്ങേണ്ടത് പ്രായമായതിന്റെ പേരിൽ മാത്രമാകരുത്. കേവലം ഏതെങ്കിലും ഒരു അധ്യാപകനായതിന്റെ പേര്, അതൊക്കെ നല്ല കാര്യം തന്നെ. ഭാവിയിൽ ഇവിടെ IITians കയറി വരട്ടെ, ഇവിടെ JEE എഴുതിയിട്ട് IITയിൽ കഴിഞ്ഞിട്ട് കയറിയുള്ളവർ വരട്ടെ, നീറ്റ് എഴുതിയിട്ട് എയിംസിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ ഇവിടെ കയറി വരട്ടെ.
ഇതേപോലെ തന്നെ നിങ്ങളിപ്പോ മുൻ SI ആണല്ലോ ഇവിടെ ഉള്ളത്. സിവിൽ സർവീസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നമ്മുടെ സദസ്സിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങട്ടെ. സാമൂഹ്യ ലീഡേഴ്സ് എന്ന് പറയുന്നവർ ഏറ്റുവാങ്ങട്ടെ. നിങ്ങളുടെ കുടുംബത്തിലെ പ്രഭാഷകരും പ്രബന്ധ രചയിതാക്കളും ഏതെങ്കിലും പ്രസ് മീഡിയകളുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് വാങ്ങട്ടെ. കേരള പൊളിറ്റിക്സിലെ ഏറ്റവും സ്ട്രോങ് ആയി ഇടപെടുന്ന ആളുകൾ ഇവിടെ നിന്ന് ആദരം വാങ്ങട്ടെ. മടത്തിപ്പാറ എന്ന് പറയുന്ന കുടുംബം യശസ്സിന്റെ ലോകത്തിലേക്ക് ഉയരാൻ ആ റുട്ടീനും ആ ഒരു സൗഹാർദ്ദവും പരസ്പര ഐക്യവും അങ്ങോട്ടിങ്ങോട്ടും കുഴപ്പമില്ലാത്ത ജീവിതവും ഉണ്ടാകട്ടെ. ദയവ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ കുടുംബത്തിലെ ആളുകൾ തമ്മിൽ പിണങ്ങാതിരിക്കട്ടെ. ഞാൻ എൻ്റെ സംസാരിച്ച് പോകും, പക്ഷേ എൻ്റെ സംസാരം നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ കോർത്തു വെക്ക്, അഥവാ കുടുംബത്തിൽ ഇന്നും വില്ലൻ പരസ്പരം വാശിയാണ്, അങ്ങോട്ടിങ്ങോട്ടുള്ള ഈഗോയിസമാണ്. ഈഗോ എന്നത് നിങ്ങൾ തകർത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഒരു ജ്യേഷ്ഠൻ അപ്പുറത്തുണ്ടാവും, ഒരു അനുജൻ അപ്പുറത്തുണ്ടാവും. പരസ്പരം ഭയങ്കര മത്സരം ഇന്നും നടക്കാറുണ്ട്. ആ നടത്തത്തിനെ ഒന്ന് ഒഴിവാക്കുക. ഒരു ഇളയച്ചി ഉണ്ടാവും, ഒരു മൂത്തച്ചി ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കാന്ന് എനിക്കറിയാം. ജ്യേഷ്ഠന്റെ ഭാര്യ, അനുജന്റെ ഭാര്യ ഇന്നും ഈ സംഗമത്തിന് വന്നിട്ട് 2 വണ്ടി വിളിച്ചിട്ടായിരിക്കും. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് പരസ്പരം സ്നേഹത്തിന്റെ രൂപത്തിലേക്ക് കടക്കുക. അതിമനോഹരമായി നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക. അങ്ങനെ ഭാവിയിൽ എവിടെയോ കിടക്കുന്ന നമ്മൾ ഉയർത്തി നമ്മുടെ കുടുംബത്തെ കൊണ്ടുവന്ന് നാളെ മഹ്ശറ വൻസഭയുടെ ഒരു സഭ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ആളുകൾ പറയട്ടെ, ഇദ്ദേഹത്തിന്റെ എഫേർട്ട് കൊണ്ടാണ്, ഇദ്ദേഹത്തിന്റെ ഈ അധ്വാനം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിയത് എന്ന് നാളെ മഹ്ശറ വൻസഭയിൽ വെച്ചിട്ട് ആളുകൾ നമ്മളെ കുറിച്ച് സംസാരിക്കട്ടെ. അതായിരിക്കണം നമ്മുടെ അന്തിമ വിധി. വിരൽ ചൂണ്ടുന്നവർ ചൂണ്ടുമ്പോൾ പോസിറ്റീവായിട്ട് വിരൽ ചൂണ്ടണം. ആ മനുഷ്യനാണ് ഞങ്ങളെ ഇങ്ങനെ ആക്കിയത് എന്ന സന്തോഷത്തോടെ നാളെ സാക്ഷ്യം പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബം എത്തണം. അത് നമ്മുടെ കുടുംബത്തിന് സ്നേഹത്തോടെ കൊണ്ടു നടക്കുക, ചാരത്ത് ചേർക്കുക, പഴമക്കാരെ ആദരിക്കുക. ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ ആദ്യം ചെയ്യേണ്ട പണി ഉമ്മാക്കും അമ്മായിമക്കൊക്കെ പോയിട്ട് ഓരോ ഉമ്മാണ്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കുള്ള ഉഷാറായിട്ട് പോകണമെന്ന് പറയാ. വെല്ലിമ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വെല്ലിമ്മാന്റെ കഥകൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുക. പുതിയ കുട്ടികൾ ഈ ടെക്നോളജിയിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി നല്ല രീതിയിൽ പഠിത്തത്തിലേക്ക് പോവുക. ടെക്നോളജി നിങ്ങളെ വല്ലാണ്ട് വഷളാക്കുന്നു മക്കളെ. അതുകൊണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഒന്ന് പാർക്കിങ്സ് എന്ന് പറയുന്ന അസുഖം, മറ്റ് കൈവിറക്കുന്ന അസുഖം, മറ്റൊന്ന് നിങ്ങൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിന്നിട്ട് സ്പണ്ടലൈറ്റിസിന്റെ വേറെ പ്രശ്നങ്ങൾ, വേറൊരു ഭാഗത്ത് ഡ്രൈനസ് എന്ന് പറയുന്ന കണ്ണ് വരണ്ടു പോകുന്ന അസുഖം, മറ്റൊന്ന് ബാലൻസ് തെറ്റുന്ന അസുഖം. ഒരുപാട് മാസ് അസുഖങ്ങൾ ഭാവിയിൽ വരാൻ പോവാൻ മക്കളുടെ ഇങ്ങനെയുള്ള. പിന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് വേറെ, അഥവാ ഉറക്കത്തിൽ പോലും തോണ്ടിക്കൊണ്ടിരിക്കുന്ന മക്കൾ, അതേപോലെ തന്നെ ഉമ്മയെ ആക്രമിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ കൈകൾ ഇങ്ങനെ വളഞ്ഞുകൊണ്ട് തോണ്ടുന്ന മക്കൾ. ഇങ്ങനെ നല്ല മക്കൾ പോലും വികൃത രൂപത്തിലേക്കാകുന്നത് മാറ്റണമെങ്കിൽ നമ്മുടെ കുടുംബത്തെ കാഴ്ചപ്പാടോടെ കൊണ്ടുപോവുക, ദീനിയാക്കുക, സ്നേഹനിധിയാക്കുക. അതോടൊപ്പം കാലത്തെ വായിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവുക. കാലഘട്ടം ഒരുപാട് കഴിഞ്ഞാലും മഠത്തിൽ പാറ ഇനിയും ഒരുപാട് കൂടട്ടെ. അന്നൊക്കെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകട്ടെ. അവരെല്ലാവരും ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോയി നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പരസ്പര സ്നേഹത്തിന്റെ ഈ മടത്തിപ്പാറ കുടുംബ സംഗമത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.